ഫ്രണ്ട്സ്, ഐ ആം ജോയ് തലക്കാട് ആൻഡ് വെൽക്കം ടു ദ ജൂയിസ് കിച്ചൻ യൂട്യൂബ് ചാനൽ. എന്നൊരു പഴംപൊരി ഉണ്ടാക്കിയാലോ? ഞാൻ ഒരു ബനാന ഫ്രൈ, ഒരു പഴംപൊരി ഉണ്ടാക്കാം. അതിന് ഞാൻ 2 പഴം, ഏത്തപ്പഴം ഇതേപോലെ വളരെടുത്തിട്ടുണ്ട്. അത്യാവശ്യം പഴുപ്പുള്ള ടൈപ്പാണ്. ഇപ്പോൾ ഇതൊന്ന് തൊലി കളഞ്ഞ് കണ്ടിച്ച് എടുക്കാം. അതിന് മുമ്പ് അതിൻ്റെ ബാറ്റർ റെഡിയാക്കാനായിട്ട് ശരിയാക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഞാൻ 4 ടേബിൾ സ്പൂണ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഈ മൈദ ഞാൻ ഒരു പാത്രത്തിലേക്ക് ആഡ് ചെയ്യാണ്, ഈ ഡിഷിലേക്ക്. അതേപോലെ 1.5 ടേബിൾ സ്പൂണ് അരിപ്പൊടി എടുത്തിരിക്കുന്നത്. ഞാൻ ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയാണ് എടുത്തിരിക്കുന്നത്, അതിനകത്തേക്ക് ആഡ് ചെയ്തു. അതേപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, കളർ കിട്ടാനായിട്ട്. ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല, അപ്പോൾ അതിന് പകരം ഇത് ആഡ് ചെയ്യാണ്. പിന്നെ ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ, ഒരു 2 തരി ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. എൻ്റെ കയ്യിൽ ബാറ്ററൊന്നുമില്ല, അപ്പത്തിൻ്റെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു തരി പൊടിക്കുപ്പ്, ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഏലക്കായും, ഒരു 2 ഏലക്കായും ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി പൊടിച്ചെടുത്തതാണത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് ഞാൻ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വാട്ടർ നോക്കിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ പഴംപൊരിയുടെ ബാറ്റർ ഞാനിങ്ങനെ റെഡിയാക്കിയിരിക്കുകയാണ്. ഉണ്ടാ, ഈ പരുവത്തിലാണ് ഞാൻ ആക്കിയിരിക്കുന്നത്. അപ്പം അതേപോലെ ഞാൻ 2 ഏത്തപ്പഴം എടുത്ത് ഇതുപോലെ 6 കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തു. ഉണ്ട്, ഇതേപോലത്തെ. അതിൽ കൂടുതൽ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തത്. നിങ്ങൾക്ക് അത് നീളത്തിൽ 2 എടുക്കണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ സ്ലൈസ് ചെയ്ത് എടുക്കാം കേട്ടോ. അതുപോലെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക്, കുഴിയുള്ള ഒരു പാനാണെങ്കിൽ കുറച്ച് ഓയിൽ മുങ്ങിക്കിടക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ ഞാൻ അധികം ഓയിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇത് പഴംപൊരി ഇതിനകത്തേക്ക് മുക്കി ഇടാം. അങ്ങനെ പഴംപൊരി ഞാൻ മാവിൽ മുക്കി ഓയിലിലേക്ക് ആഡ് ചെയ്യാണ്. അങ്ങനെ പഴംപൊരി പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ട്, നമുക്ക് ചായക്കൊക്കെ സ്നാക്സിനായിട്ട് ഉപയോഗിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റംസാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ജൂയിസ് കിച്ചൻ്റെ യൂട്യൂബ് ചാനലിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഇത് പഴംപൊരി വറക്കുമ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടണം. അതല്ലെന്നുണ്ടെങ്കിൽ പഴംപൊരി എണ്ണ ചൂടായി കരിയും, പഴംപൊരിയൊക്കെ കരിഞ്ഞു പോകും. പഴംപൊരി അങ്ങനെ അടിപൊളിയായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയോടുകൂടി, അധികം മഞ്ഞപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ക്രിപ്സി ആയിട്ടുണ്ട്. ഇത് സ്നാക്സിനൊക്കെ വളരെ ഗുണമുള്ള ഐറ്റംസാണ്. പഴംപൊരി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്, നല്ല മൊരിഞ്ഞ്. ഉച്ചയ്ക്കൊക്കെ സ്നാക്സിനൊക്കെ, എന്താ പറയുക, ചായക്കൊക്കെ നല്ല സ്നാക്സ് ആയിട്ട് ഒരു അടിപൊളി ഐറ്റംസ് ഉള്ള പഴംപൊരി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നുള്ളത്. ഇതിപ്പം ഒരു 2 പഴമാണ് ഈ കാണുന്നത്. ഞാൻ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയെടുത്തു. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ്. നമ്മൾ കടയിലൊന്നും പോയി മേടിക്കാൻ സംഭവം ഉണ്ടാക്കുമ്പോൾ വളരെ ടേസ്റ്റ് ആയിരിക്കും. നല്ല മധുരമുണ്ട്.
നല്ല പഴുത്ത പഴമാണ്. നിങ്ങൾ ട്രൈ ചെയ്യുക. എന്നിട്ട് ജോസ് കിച്ചൻ്റെ യൂട്യൂബ് ചാനലിൽ വന്ന് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നമുക്ക്.